ആറ്റുകാൽ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആറ്റുകാലിൽ ഉത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെയാണ് പോകുന്നത്. കാരണം നമുക്ക് വൈകിട്ട് പോയാൽ ഇവിടെ അടുക്കാനേ പറ്റത്തില്ല, അത്രയ്ക്കും തിരക്കായിരിക്കും. പിന്നെ അവധി ദിവസം കൂടെ നോക്കിയാണ് പോകുന്നത്. ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, മറ്റേ വിളക്ക് കെട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കാണ്. വൈകിട്ട് ഇവിടെ അടുക്കാനേ പറ്റത്തില്ല. കൊച്ചുങ്ങളൊക്കെ കൊണ്ടുപോകുന്നെങ്കിൽ മാക്സിമം രാവിലെ കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഞാൻ ഇവിടെ 2 എൻട്രി ഉണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ. സൈഡിലും ഉണ്ട്, ഇതുപോലെ 2 സൈഡിലായിട്ട് എൻട്രി ഉണ്ട് കേട്ടോ. നമുക്ക് എവിടെ കൂടെ വേണമെങ്കിലും കയറാൻ പറ്റും. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഞാനും എൻ്റെ നാത്തൂനും കൂടെയാണ് കേട്ടോ, പിന്നെ ഋതുവും. നമ്മൾ 3 പേരും കൂടെയാണ് അമ്പലത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കമ്പി സത്യം പറഞ്ഞാൽ നമുക്ക് ഉപകാരമാണ്. അല്ലെങ്കിൽ നമ്മൾ തിരക്കൊക്കെ കൂടുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഉന്തും തള്ളുമൊക്കെ ആയിട്ട് വന്ന് വീഴും. പിന്നെ ഞാൻ നേരെ പോയത് ഈ ഇതില്ലേ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ഇതുണ്ട്. അപ്പോൾ നമുക്ക് രസീത് എടുക്കണം. രസീത് എടുത്തിട്ട് ക്യൂ നിൽക്കണം. അപ്പോൾ അത് വലിയൊരു നീണ്ട ക്യൂ ആണ് അതിന് വേണ്ടി. കണ്ടോ, ഞാൻ ക്യൂ നിന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. ആദ്യം രസീത് എടുത്ത് എന്നിട്ട് ക്യൂ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് കയറുന്നവരോട് പോലീസ് വഴക്ക് പറയുന്നുണ്ട്, ഇടയ്ക്ക് കയറല്ലേ എന്നൊക്കെ. ഭയങ്കര ഇതാണ് കേട്ടോ. ഈ തിരക്ക് കാരണം നമുക്ക് നമ്മുടെ മാല ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാം നമുക്ക് നഷ്ടപ്പെടും. അങ്ങനത്തെ രീതിയിലുള്ള തിരക്കാണ്. പിന്നെ ഞാൻ നാരങ്ങ വിളക്ക് ഇങ്ങനെ കത്തിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ ഒരു വനിതാ പോലീസ് വന്നിട്ട് പറഞ്ഞു, ഈ ഷോളൊക്കെ ഒതുക്കി വെക്കാനും പിന്നെ മുടിയൊക്കെ ബാക്കിലിടാൻ, എന്ന് വെച്ചാൽ തീ കത്തിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ അത്രയ്ക്കും നല്ല പ്രൊട്ടക്ഷനാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഇതെന്ന് വെച്ചാൽ പൊങ്കാലയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും പൊങ്കാല ദിവസമാണെങ്കിൽ ഇവിടെ ഒട്ടും അടുക്കാൻ പറ്റത്തില്ല. ഇന്ന് 6ാം ദിവസമാണ്. 7ാം ദിവസം നാളെ 7:30 വരെ എന്തോ നമുക്ക് ദർശനമുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ദർശനം ഇല്ല. പിന്നെ അടുത്ത ദിവസമാണ് ഉള്ളത്. അങ്ങനെയൊക്കെ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇന്ന് വന്നത് ഏതായാലും നല്ലതായി. പിന്നെ രാവിലെ ആയതുകൊണ്ടും തിരക്കും കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ വിളക്കിങ്ങനെ കത്തിക്കാൻ വേണ്ടി ഇരിക്കുന്ന കേട്ടോ. എനിക്ക് ഇതുപോലെ നാരങ്ങ വിളക്കൊക്കെ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കണ്ടോ, എല്ലാവരും കുറേ വിളക്കുണ്ട്. സത്യം പറഞ്ഞാൽ സ്ഥലമില്ല, അതാണ് കറക്റ്റ്. ഞാൻ ഇതുപോലെ ആദ്യം ഇങ്ങനെ നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട് എന്നെ വനിതാ പോലീസ് അങ്ങ് അറ്റത്ത് പോകാൻ പറഞ്ഞു. കാരണം എല്ലാവരും വന്ന ഉടനെ ഈ സൈഡിലായിരിക്കും നിൽക്കുന്നത്, അങ്ങ് അറ്റത്ത് അങ്ങ് എൻട്രിയിൽ ആരുമില്ലായിരിക്കും. അങ്ങനെ എന്നെ അങ്ങോട്ട് പോകാൻ പറഞ്ഞതാ. സത്യം പറഞ്ഞാൽ എനിക്കത് ഉപകാരപ്പെട്ടു എന്ന് പറയാം. ഇവിടെ നിന്നാൽ വലിയ രീതിയിൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് മാക്സിമം അങ്ങ് അറ്റം പോയിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ ചേച്ചിയാണ്, എനിക്ക് നാത്തൂനാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അങ്ങനെ ഞാനും വേറൊരു ആൻറ്റിയും കൂടെ ചേർന്നിട്ട് ഇതിങ്ങനെ കത്തി അണഞ്ഞതും ഇരിപ്പുണ്ട്. അവിടെ നിറയെ ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ റെയറായിട്ടാണ് അവിടെ കത്തി അണഞ്ഞിട്ട് ഉള്ളത്. അവിടെ ഒരാളുണ്ട് കേട്ടോ അവിടെ എടുക്കാൻ വേണ്ടി, ഈ കത്തി അണഞ്ഞത് മാറ്റാൻ വേണ്ടി ആളുണ്ട്. എന്നാലും കുറേ വിളക്കില്ലേ. അങ്ങനെ ഞാനും വേറൊരു ആൻറ്റിയും കൂടെ ഇങ്ങനെ താഴോട്ട് വെക്കുകയാണ്. എന്നിട്ട് സ്ഥലം കിട്ടുന്നത് കണ്ടുപിടിക്കാനാണ് സത്യം. എവിടെയാണ് ഈ സ്ഥലം ഉള്ളത്, ഇങ്ങനെ അണഞ്ഞിരിപ്പുണ്ടത് ഇങ്ങനെ കണ്ടുപിടിക്കാനാണ് സത്യം പറഞ്ഞാൽ പാട്. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയാണെങ്കിൽ വലിയ തിരക്കില്ല. തിരക്കുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നാരങ്ങ വിളക്ക് ഇങ്ങനെ നമ്മൾ ഓരോ പേരിങ്ങനെ വെച്ചിട്ട് പോകുമ്പോൾ അടുത്ത ആൾ വരുന്നുണ്ട്. പക്ഷെ ഒരു ക്യൂ തന്നെ ഇതിനും ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ ഏറ്റവും പാടെന്ന് വെച്ചാൽ നമുക്ക് തൊഴാൻ പോകുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ, അവിടെ കയറുന്നതാണ് പാട്. പക്ഷേ ഈ തവണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല പാടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ബെറ്റർ ആണെന്ന് തോന്നുന്നു. അവർ ഓരോ സെക്ഷനായിട്ടാണ് എല്ലാവരെയും വിടുന്നത്. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ, ഒരു നീണ്ടൊരു ക്യൂ ഉണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കാണുന്നത് എന്തെന്നറിയാമോ? അവർ ഓരോ സെക്ഷൻ പകുതി വിട്ടിട്ട് ഇങ്ങനെ ഗ്രില്ലിങ്ങനെ പൂട്ടി വെച്ചിരിക്കുക. അത് പക്ഷേ ഏതായാലും നല്ലതായി, സേഫായി. എന്നിട്ടും എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ദൈവമേ, എൻ്റെ മാല വല്ലതും പോവോ എന്ന് വെച്ചാൽ കുറേ പേരുടെ ഇങ്ങനെ മാലയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാല എല്ലാം നോക്കണമെന്ന്. സത്യം പറഞ്ഞാൽ ഇത് ഒരു ശബരിമല എന്ന് തന്നെ പറയാം, പെണ്ണുങ്ങളുടെ ശബരിമല എന്ന് പറയാം.
അത്രയും തിരക്കാണ്. പിന്നെ ഈ വരിയിൽ നിൽക്കുന്നവർക്ക് വെള്ളം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അത് വലിയ ഉപകാരമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചിലവരൊക്കെ ഇങ്ങനെ ഈ ക്യൂ നിന്നിട്ട് ബോധം കെട്ട് വീഴുന്നവരൊക്കെ കാണും. പക്ഷെ അവർക്ക് നല്ലൊരിതാണ് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അകത്ത് കയറി തൊഴുതിട്ട് അടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ തൊഴാൻ. അല്ലാതെ അതിൻ്റെ അകത്ത് ഏതായാലും ക്യാമറ കയറ്റത്തില്ല. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഇറങ്ങി. അപ്പോൾ എന്തൊരു ചൂടാ, കാലൊക്കെ പൊള്ളിപ്പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നിവേദ്യത്തിന് സമയമായിരുന്നു. അപ്പോൾ ഈ ഓട്ടപ്പിള്ളേരെ എല്ലാം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യവശാൽ അവരെയും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിവേദ്യ ടൈം ആയതുകൊണ്ട് ഓരോ ഓട്ടക്കാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല. 600 ഉണ്ടെന്ന് തോന്നുന്നു ഓട്ടം. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ എവിടെ ചെന്നാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ ഞാനും എൻ്റെ നാത്തൂനൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതാണ് ഭദ്രകാളി പാട്ട് പാടുന്ന സ്ഥലം. പിന്നെ നമ്മൾ ഈ ഫാൻസ് കണ്ട പെണ്ണുങ്ങൾക്ക് ഒരു ത്വര കാണും. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഫാൻസ് കാണുമ്പോൾ കണ്ണ് വല്ലാതെ അങ്ങോട്ട് പോകും. പക്ഷെ പോണ്ടാന്ന് വിചാരിച്ചാലും അങ്ങോട്ട് പോകും. അങ്ങനെ ഋതുവിന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് അവിടെ വിളിക്കായിരുന്നു. പക്ഷേ ഇതൊക്കെ അവളെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട, അതിൻ്റെ കയ്യിലുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതാണ്. അങ്ങനെ ഞാനൊരു വേറൊരു ഇത് എടുത്ത് കൊടുത്തു. പക്ഷേ ഇങ്ങനെ കറക്കിയിട്ട് അത് ആടുന്നില്ല. ഞാൻ അത് പയ്യെ അങ്ങനെ വെച്ചിട്ട് അടുത്തൊരു കോഴി തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് കൊള്ളാം കേട്ടോ. അത് ഞാൻ കറക്കി നോക്കിയപ്പോൾ ആടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻസാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്, വേറൊന്നുമല്ല കേട്ടോ. കൊള്ളാമല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഋതുവിനെ എങ്ങനെയെങ്കിലും അതിനെ കൊടുത്ത ശേഷം ഞാൻ എൻ്റെ കണ്ണുകൾ ഫാൻസിയിൽ ഉടക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ടും വളകൾ ഒരു രക്ഷയില്ല. കണ്ടാൽ വാങ്ങിപ്പോവും. എല്ലാം വാങ്ങാൻ തോന്നും, എല്ലാം വാങ്ങും. പക്ഷേ ഒടുക്കത്തെ വിലയാണ് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ ഒരു വളയ്ക്ക് തന്നെ 100 രൂപ. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു ഇത് ഭയങ്കര കത്തി റേറ്റാണല്ലോ എന്ന്. പക്ഷേ എല്ലാ സാധനം പക്ഷേ എന്നാലും നമ്മൾ വാങ്ങാതെ വിടുമോ റേറ്റ് ആണെങ്കിലും. അങ്ങനെ ഞാനും എനിക്ക് വാങ്ങിയിട്ടുണ്ട്, പൊന്നൂന് വാങ്ങിയിട്ടുണ്ട്, ഋതുവിന് വാങ്ങിയിട്ടുണ്ട്. ചേച്ചിക്ക് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം വാങ്ങിയിട്ട് പിന്നെ ഇവക്ക് ഇത് കണ്ടപ്പോൾ ഇതും വേണമെന്നും മറ്റേ ബബിൾസ്, അങ്ങനെ പൊന്നൂനും അവൾക്കും വേണ്ടി പിന്നെ ബബിൾസ് ലാസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വെയിൽ കൊണ്ട് ദാഹിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ജ്യൂസും പിന്നെ ഒരു പക്കവട കോളിഫ്ലവർ കൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണത്. അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞാൻ കഴിച്ചു. പിന്നെ ഋതുവിന് ജ്യൂസ് കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഋതു പറഞ്ഞു എനിക്ക് 7 അപ്പ് മതിയെന്ന്. കുറച്ച് കുടിച്ചപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് 7 അപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ പയ്യെ കുടിക്കുകയാണ്. അത്രയ്ക്കും എന്താ വെയിൽ. ഞാൻ ഇത് ആലോചിച്ചപ്പോഴേ ഈ പൊങ്കാലയ്ക്ക് ഇനി എങ്ങനെ നിൽക്കും, ഞാൻ കരിഞ്ഞ് ഉണങ്ങി വരും. അത്രയ്ക്ക് വെയിലാണ്, ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പോഴത്തെ വെയിൽ. പിന്നെ സ്റ്റേജിൽ ഭക്തിഗാനം അപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഋതുവിൻ്റെ ഓരോ എക്സ്പ്രഷൻസ് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഈസ്റ്റ് പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് പൊങ്കാല ഇടാൻ കലം വാങ്ങണം, അല്ലെങ്കിൽ പിന്നെ വാങ്ങാം, പിന്നെ പാടാം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇന്ന് തന്നെ വാങ്ങിയിട്ട് പോകാമെന്ന്. അപ്പോൾ അവിടെ എല്ലാം കലങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ വിൽക്കാൻ വേണ്ടി. എല്ലാം വരുന്ന വഴിയിൽ മൊത്തം ഇത് തന്നെ, ചുടുകല്ല് പിന്നെ കലം, ഇതൊക്കെ തന്നെ ഫുള്ളും അവിടെ. പിന്നെ ഞാനിങ്ങനെ ചോദിച്ച് വാങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. ഈ പൊങ്കാല ഇടുന്ന സ്ഥലം ഈസ്റ്റ് പോർട്ടായിരുന്നാലും നമ്മുടെ വീട്ടിൻ്റെ അവിടെ ആയിരുന്നാലും നമ്മളുടെ വീട്ടിൻ്റെ അവിടം വരെയൊക്കെ ഉണ്ട് കേട്ടോ ഈ പൊങ്കാല. അപ്പോൾ നമുക്ക് പോകാൻ ഈസിയാണ്. ഏതായാലും അമ്പലത്തിൽ പോകാൻ ഏതായാലും ഒന്നും പറ്റത്തില്ല, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് പൊങ്കാല ഇടുന്നത്. അതുവരെ ഏതായാലും എത്തുന്നുണ്ട് പൊങ്കാല. അങ്ങനെ ഞാനിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ചേച്ചിയാണെങ്കിൽ 3 കലത്തിൽ ആണ് പൊങ്കാല ഇടുന്നത്. അങ്ങനെ കലങ്ങളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി കൊട്ടി നോക്കുന്നുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ഓട്ട കാണും. നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിയില്ലെങ്കിലേ വെള്ളം ഇങ്ങനെ ചോർന്നു പോകും. നമുക്കിങ്ങനെയൊക്കെ മുമ്പൊക്കെ പണി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കണ്ടോ ബസ്. പക്ഷെ ആറ്റുകാൽ ഒരുപാട് ബസ്സുകൾ അവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ വഴി മൊത്തം ഇത് തന്നെ ചട്ടികളും കലകളും എല്ലാം വിൽക്കാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചുടുകല്ലായിരുന്നാലും ഫുള്ളും ഇത് തന്നെ, റോഡ് അങ്ങ് ഫുള്ളും ഇത് തന്നെ. ഇനി പൊങ്കാല വരെ ഇത് തന്നെ സീസൺ. അങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാം ഒരുക്കങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പൊങ്കാലയ്ക്ക് വേണ്ടി. അങ്ങനെ ഇതാണ് നമ്മുടെ ഈസ്റ്റ് പോർട്ട് എന്നല്ല, എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെയാണ്, ആറ്റുകാൽ ഉൾപ്പെടെ എല്ലാ സ്ഥലം. പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ച് വന്നിട്ടുണ്ട്.
പിന്നെ ഇതെൻ്റെ വീട് എത്താറായിട്ടുണ്ട്. എൻ്റെ വീട് ഇതിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.